നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. മഹത്വാകാംക്ഷയും പുത്രസ്നേഹവും കൊണ്ട് ധൃതരാഷ്ട്രർക്ക് വിവേകബുദ്ധി ശരിക്കും പ്രവർത്തിച്ചിരുന്നില്ല. ധൃതരാഷ്ട്രർ തൻ്റെ മനോവികാരങ്ങൾക്ക് അടിമയായിരുന്നു. ധൃതരാഷ്ട്രരുടെ പത്നിയായ ഗാന്ധാരി സ്വയം അന്ധത വരിച്ചു. അപ്പോൾ അന്ധനെ അന്ധൻ നയിക്കുന്ന ഗതിയായി. അന്ധമായ മനസ്സിൻ്റെ ഉദാഹരണമാണ് ധൃതരാഷ്ട്രർ. അന്ധനായ ഒരാൾ മണ്ടനും കൂടിയായാൽ പ്രശ്നങ്ങൾ കൂടും. ഭർത്താവ് അന്ധനാണെങ്കിൽ ഭാര്യ അയാൾക്ക് കണ്ണാകേണ്ടവളാണ്. ഇവിടെ ഭാര്യയായ ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടി സ്വയം അന്ധത ഭരിക്കുന്നു. അതായത് സ്വയം അറിവില്ലാത്ത ജീവൻ അഥവാ വ്യക്തി അറിവ് നേടാനുള്ള ബുദ്ധിയില്ലാത്തവനാകുന്നു. വികാരാധീനമായ മനസ്സും അന്ധമായ ബുദ്ധിയും ചേർന്ന ഒരാളിൽ ദുർവൃത്തികൾ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ദുര്യോധനാദികൾ ഈ ദുർവാസനകളുടെ പ്രതീകമാണ്. സർവശ്രേയസിനും കാരണമായ ക്ഷമ എന്ന പരമോത്കൃഷ്ട ഗുണം അല്പം പോലും ഇല്ലാത്തതിൻ്റെ അനർത്ഥമാണ് ദുര്യോധനാദികൾ. കുന്തി പ്രസവിച്ചതറിഞ്ഞ് ഗർഭിണിയായ ഗാന്ധാരി ക്ഷമ കെട്ട് തൻ്റെ ഉദരത്തിൽ മർദ്ദിച്ച് അകാലത്തിൽ ഒരു മാംസപിണ്ഡത്തെ പ്രസവിക്കുന്നു. അതിൽ നിന്നാണ് ദുർവൃത്തരായ 100 പുത്രന്മാർ ജനിച്ചത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ശത്രൗ മിത്രേ പുത്രേ ബന്ധൗ മാ കുരു യത്നം വിഗ്രഹസന്ധൗ. ശത്രൗ മിത്രേ പുത്രേ ബന്ധൗ മാ കുരു യത്നം വിഗ്രഹസന്ധൗ. ഭവസമചിത്തഃ സർവത്ര ത്വം ഭവസമചിത്തഃ സർവത്ര ത്വം. വാഞ്ഛസ്യ ചിരാദ്യതി വിഷ്ണുത്വം വാഞ്ഛസ്യ ചിരാദ്യതി വിഷ്ണുത്വം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സന്ധ്യാദീപം. തുടർന്ന് ശങ്കര സ്തോത്രാമൃതം. ശത്രുത്വത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ നമ്മോട് ചെയ്തവരിൽ വിരോധത്തിനായി യത്നം ചെയ്യരുത്. അതുപോലെ മിത്രത്വത്തിന് കാരണമാകുന്ന വ്യവഹാരം നമ്മോട് ചെയ്തവരോടും പുത്രനോടും ബന്ധുക്കളോടും സന്ധിക്ക് യത്നിക്കരുത്.
ഒരു സാധകനെ സംബന്ധിച്ച് ശത്രുമിത്ര ഭേദമുണ്ടായിക്കൂടാ എന്ന് വിവരിക്കുന്ന ഭജഗോവിന്ദത്തിലെ 8-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. മോഹമുദ്ഗരം 7 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. 8-ാം ശ്ലോകം ശത്രൗ മിത്രേ പുത്രേ ബന്ധൗ മാ കുരു യത്നം വിഗ്രഹസന്ധൗ ഭവസമചിത്തഃ സർവത്ര ത്വം വാഞ്ഛസ്യ ചിരാദ്യതി വിഷ്ണുത്വം. ശത്രൗ മിത്രേ പുത്രേ ബന്ധൗ മാ കുരു യത്നം വിഗ്രഹസന്ധൗ ഭവസമചിത്തഃ സർവത്ര ത്വം വാഞ്ഛസ്യ ചിരാദ്യതി വിഷ്ണുത്വം. ശത്രൗ മിത്രേ പുത്രേ ബന്ധൗ. ശത്രുവിൽ, മിത്രത്തിൽ, പുത്രനിൽ, ബന്ധുവിൽ, ഇവരിലൊക്കെ വിഗ്രഹസന്ധൗ, വിഗ്രഹസന്ധിയിൽ മാ കുരു യത്നം, നീ യത്നം ചെയ്യരുതേ. വിഗ്രഹസന്ധി, വിഗ്രഹം എന്നാൽ വാസ്തവത്തിൽ യുദ്ധം തന്നെയാണ്. വിരോധം, കലഹം എല്ലാം വിഗ്രഹമാണ്. സന്ധി എന്നത് അത്തരം വിഗ്രഹത്തെ ഇല്ലാതാക്കും വിധം സന്ധിക്കുക, ഒന്നിക്കുക, സ്നേഹപൂർവ്വം കൂടിച്ചേരുക. അപ്പം വിഗ്രഹത്തിലും സന്ധിയിലും നീ യത്നം ചെയ്യരുത്. രണ്ടിനും പോണ്ട. ആരുമായിട്ടും കൂടാനും പോണ്ട, ആരുമായിട്ട് വിഗ്രഹത്തിനും പോകണ്ട, ലഹളയ്ക്കും പോകണ്ട. ആരൊക്കെയായിട്ട്? ശത്രുവിൽ. സാമാന്യമായി ശത്രുവിൽ നമുക്ക് വിഗ്രഹമാണ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരാളെ ശത്രുവായി കണക്കാക്കി കഴിഞ്ഞാൽ അയാളോട് പിന്നെ നമുക്ക് ബന്ധമല്ല ഉള്ളത്. അടിപിടി, ലഹള, വിരോധം, യുദ്ധം, ഇങ്ങനെയാണ്. നീ അതിന് പോവരുത്. ശത്രുവിൽ വിഗ്രഹത്തിന് പോവരുത്. എന്തിനതിൻ്റെ ആവശ്യം? ശത്രുമിത്രാദി ഭേദങ്ങളെല്ലാം തീർത്തും ആപേക്ഷികങ്ങളല്ലേ? ഒരു കാൽപ്പനിക തലത്തിൽ മാത്രമല്ലേ അതെല്ലാം? എല്ലാ കാലത്തേക്കും ആരെങ്കിലും ശത്രുവാണോ, ആരെങ്കിലും മിത്രമാണോ? അവയെല്ലാം ആപേക്ഷികങ്ങളാണ്. ഒരാൾ നമുക്ക് അനുകൂലമായി നിലകൊള്ളും കാലത്തോളം, അഥവാ അങ്ങനെ നമ്മൾ ഗ്രഹിക്കുന്ന കാലത്തോളം അയാൾ മിത്രമാണ്. അയാളിൽ യാതൊരു പരിവർത്തനവും വന്നില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഭാവനയിൽ അയാൾ നമുക്ക് അനുകൂലമല്ല എന്ന് തോന്നിയാൽ പിന്നെ അയാൾ മിത്രമാവില്ല. ഒരുപക്ഷെ അയാൾ നമ്മളോട് അങ്ങേയറ്റം ചേർന്ന് നമുക്ക് വേണ്ടി സങ്കല്പിച്ച് ജീവിക്കുന്നവനായിരിക്കാം. പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ അയാൾ നമുക്ക് പ്രതികൂലമാണെന്ന് തോന്നിയാൽ ഉടനെ അയാൾ നമ്മുടെ ശത്രുവായി. അപ്പം നമ്മുടെ മനസ്സിൻ്റെ കൽപ്പനയാണ് ഈ ശത്രുത്വം എന്നുള്ളത്. നമുക്ക് വേദന തരുന്നവരിൽ നമുക്ക് ശത്രുത്വം തോന്നാറുണ്ട്, നമ്മെ വേദനിപ്പിക്കുന്നവരിൽ. എന്നാൽ അതേ വേദന നാം ഹേതുവായി നമ്മളുടെ ദേഹത്തിലുണ്ടാവുകയാണെങ്കിലോ, ഭക്ഷണം കഴിക്കുമ്പോൾ പല്ലുകൊണ്ട് നാവ് കടിച്ചുപോയി, നാവ് മുറിഞ്ഞു, രക്തം വന്നു, കഠിന വേദന ഉണ്ടായി. നമ്മൾ പല്ലടിച്ച് പൊട്ടിക്കാറുണ്ടോ? നടന്നു പോകുമ്പോൾ കാല് കല്ലിൽ വെച്ച് കുത്തി, നഖം അടർന്നു പോയി, കഠിന വേദന, രക്തം വരുന്നു. നമ്മൾ കണ്ണടിച്ച് പൊട്ടിക്കാറുണ്ടോ? നീ നോക്കാത്തത് കൊണ്ടല്ലേ ഇത് പറ്റിയതെന്ന്. പക്ഷെ അത്രയോ അതിൻ്റെ പകുതിയോ വേദന മറ്റൊരാൾ നമുക്ക് തന്നാൽ അയാൾ നമ്മുടെ ശത്രുവാവില്ലേ? അപ്പോൾ ശത്രുത്വം എന്നുള്ളത് ഒരാൾ നമ്മളെ വേദനിപ്പിച്ചപ്പോഴല്ലല്ലോ. പിന്നെയോ നാം അന്യഭാവത്തിൽ നോക്കുമ്പോഴാണ് ശത്രുത്വം വരുന്നത്. അയാൾ വേറെ, ഞാൻ വേറെ. ഈ ഭേദബുദ്ധിയാണ് ശത്രുത്വത്തിൻ്റെ മൂലം. ഭേദബുദ്ധി ഇല്ലാതായാൽ ശത്രുത്വമില്ല. ഞാൻ നിൻ്റെ ശത്രുവാണ് ഒരാൾ പറയുകയാണ്, സന്തോഷം, എനിക്ക് നിങ്ങളോട് ശത്രുത്വമില്ല, നിങ്ങൾ എന്നോട് ശത്രുവായിക്കോളൂ, അതിനെനിക്ക് വിരോധമില്ല. പക്ഷെ എനിക്ക് അങ്ങോട്ട് ശത്രുത്വമില്ല, കാരണം ഭേദബുദ്ധിയില്ല അവിടെ. അപ്പോൾ ശത്രു മിത്രം എന്നതെല്ലാം ആപേക്ഷികമാണ്. ഇവിടെ പറയുന്നു ശത്രുവിൽ
നീ വിഗ്രഹത്തിന് പോവരുത്, മിത്രത്തിൽ ഒട്ട് സന്ധിയിലും പോവരുത്. എന്തിനാണത്? മിത്രത്തോട് സന്ധിച്ച് കൂട്ടുകൂടി രണ്ടിനും വേണ്ട. നീ നിന്നിൽ ചേർന്നവനാകൂ, നിന്നോട് ചേർന്നവനാകൂ. അതുപോലെ പുത്രേ ബന്ധവും, മക്കളിൽ ഈ പറഞ്ഞതുപോലെ വിഗ്രഹവും സന്ധിയും ഒക്കെ തോന്നാം. മക്കൾ തനിക്ക് അനുകൂലമല്ല എന്ന ബോധം തനിക്ക് വന്നാൽ മക്കളോട് വിരോധമായി. മക്കൾ തനിക്ക് അനുകൂലമാണെന്ന് വന്നാൽ അവരുമായി സന്ധിയായി. ഇതുപോലെ തന്നെയാണ് ബന്ധുക്കൾ. ഇപ്പോൾ പറയുന്നത് മക്കളിലായാലും ബന്ധുക്കളിലായാലും മിത്രത്തിലായാലും ശത്രുവിലായാലും ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഓരോരോ ഭാവനയാണ്. അതിൽ കവിഞ്ഞ് എന്ത് ബന്ധു? ഒരാൾ നമ്മുടെ ബന്ധുവാണെന്ന് വന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് വിട്ടുപോയ ഇന്ന ആളില്ലേ, ഓർമ്മയില്ലേ, അയാളാണ് ഞാൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഉടനെ ബന്ധുത്വം പുനഃസ്ഥാപിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് അറിഞ്ഞു അത് തട്ടിപ്പായിരുന്നു, അയാളല്ല അത്. ഇപ്പോൾ ബന്ധുത്വം പോയി. ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധുത്വം കൊണ്ട് അയാളുടെ മൊത്തം പരിവാരവുമായി ബന്ധുത്വം ഉണ്ടാവുന്നു. ഈ ബന്ധുത്വം അസ്തമിച്ചാലോ ആ പരിവാരങ്ങളുമായിട്ടുള്ള ബന്ധുത്വവും അസ്തമിക്കുന്നു. നമുക്കറിയാവുന്നതാണിതെല്ലാം. അപ്പോൾ ശത്രുവിലും മിത്രത്തിലും പുത്രനിലും ബന്ധുവിലും മാ കുരു യത്നം വിഗ്രഹസന്ധൗ, വിഗ്രഹസന്ധിയിൽ യത്നം ചെയ്യാതിരിക്കൂ. നീയായിരിക്കൂ, നീ സമചിത്തനായിത്തീരൂ. എപ്പോൾ? സർവത്ര, എല്ലായിടത്തും നീ സമചിത്തനാകൂ. എങ്ങനെയാണെങ്കിൽ വാഞ്ചസ്യ ചിരാത് യതി വിഷ്ണുത്വം, ഒട്ടും വൈകാതെ വിഷ്ണുത്വത്തെ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമചിത്തനാകൂ. വിഷ്ണുത്വം, വിഷ്ണുവിൻ്റെ ഭാവം. വിഷ്ണു സർവവ്യാപിയാണ്. സർവവ്യാപിയായിരിക്കുന്ന പരമാത്മഭാവം പ്രാപിക്കാൻ നീ ഇച്ഛിക്കുന്നുവോ എങ്കിൽ നീ സമചിത്തനാകൂ. ഇതാണ് ഉപദേശം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കുളത്തൂപ്പുഴയിലെ ബാലകനെ, അച്ഛൻ കോവിലിലാണ്ടവനെ, ആര്യൻകാവിലയ്യനെ, അനാഥപാലകനെ, സ്വാമി കുളത്തൂപ്പുഴയിലെ ബാലകനെ, അച്ഛൻ കോവിലിലാണ്ടവനെ.